ടൈപ്സ് ഓഫ് ഇൻ്റർനാഷണൽ ട്രേഡ് ആണ് കേട്ടോ പറയണത്. ഇൻ്റർനാഷണൽ ട്രേഡ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഫോളോസ്. അപ്പോൾ ഇൻ്റർനാഷണൽ ട്രേഡിനെ നമ്മൾ ഒരു 5 ടൈപ്സ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് കേട്ടോ. ബൈലാറ്ററൽ ട്രേഡ്, മൾട്ടിലാറ്ററൽ ട്രേഡ്, ഇമ്പോർട്ട് ട്രേഡ്, എക്സ്പോർട്ട് ട്രേഡ് ആൻഡ് എൻട്രപോർട്ട് ട്രേഡ്. ഇങ്ങനെ 5 ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ പറഞ്ഞത് ബൈലാറ്ററൽ ട്രേഡ് എന്നാണ് പറയുന്നത് കേട്ടോ. ബൈലാറ്ററൽ എന്ന് പറഞ്ഞാൽ വേടി തന്നെ 2 രാജ്യങ്ങൾ തമ്മിലായിരിക്കും എന്ത് ചെയ്യണത്, ട്രേഡിങ് നടത്തണത് കേട്ടോ. ബൈലാറ്ററൽ ട്രേഡ് ഈസ് ഡൺ ബൈ 2 countries with each other. They enter into agreement to trade specified commodities among them. അതായത് അവരുടെ ഇടയിൽ തന്നെയാണ് അവരുടെ സ്പെസിഫൈഡ് കമ്മോഡിറ്റീസ് ഉണ്ടായിരിക്കും, അതായിരിക്കും പരസ്പരം എന്ത് ചെയ്യണത്, എക്സ്ചേഞ്ച് ചെയ്യുന്നത്. Bilateral trade is the exchange of goods between 2 nations promoting trade and investment. 2 രാജ്യത്തെ ഗുഡ്സ് ആൻഡ് സർവീസ് ആണ് ഒരു ട്രേഡിങ് നടത്തുന്നത്, ട്രേഡും ഇൻവെസ്റ്റ്മെൻറ്റും പ്രൊമോട്ട് ചെയ്യുന്നതിന് ഉദ്ദേശത്തോടു കൂടി. The 2 countries will reduce or eliminate tariffs, import quotas, export restraints and other trade barriers to encourage trade and investment. അപ്പോൾ 2 രാജ്യങ്ങൾ തമ്മിലുള്ള താരിഫ്സ് ഒക്കെ ഇല്ലാതാക്കി അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യും. ഇമ്പോർട്ട് കോട്ടാസിൽ വ്യത്യാസം ഉണ്ടാകും, എക്സ്പോർട്ട് റെസ്ട്രെയിൻസിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ട്രേഡ് ബാരിയേഴ്സൊക്കെ ഒന്നും തന്നെ 2 രാജ്യങ്ങൾ തമ്മിൽ ഉണ്ടായിരിക്കില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ട്രേഡ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. The goals of bilateral trade agreements are to expand access between 2 countries, markets and increase their economic growth. ഇനി ബൈലാറ്ററൽ ട്രേഡ് അഗ്രിമെൻ്റ് ഉദ്ദേശമായിട്ട് ഒബ്ജക്റ്റീവായിട്ട് പറഞ്ഞെന്താണ്, എക്സ്പാൻഡ് ചെയ്യുക. എങ്ങനെ? 2 രാജ്യങ്ങൾ തമ്മിലുള്ള മാർക്കറ്റുകൾ അതുപോലെ അവരുടെ ഇക്കണോമിക് ഗ്രോത്ത് കൂടുതൽ ഉന്നതിയിലേക്ക് വരുത്തുന്നതിന് വേണ്ടി, പുരോഗതിയിലേക്ക് വരുത്തുന്ന രീതിയിൽ എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബൈലാറ്ററൽ ട്രേഡ് വരുന്നത്. ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ മ്യൂച്വലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്പെസിഫൈഡ് ഒബ്ജക്ട്സ് എന്തൊക്കെയാണോ അവർക്ക് മാത്രം 2 രാജ്യങ്ങളിലെ കൺസ്യൂമേഴ്സിന് മാത്രമായിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതാണ് ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറയുന്നത്. ഇനി ബൈലാറ്ററൽ ട്രേഡിൻ്റെ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. 4 അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. ഒന്നാമത്തത്, ഇറ്റ് ഈസ് ഈസി ടു എൻ്റർ ഇൻ ടു ബൈലാറ്ററൽ അഗ്രിമെൻറ്റ് കമ്പയർഡ് ടു മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ്. എന്താണ്? മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റിനേക്കാൾ എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബൈലാറ്ററൽ അഗ്രിമെൻറ്റിലൂടെ അവർക്ക് ഈസി ആയിട്ട് ഇൻ്റർനാഷണൽ ട്രേഡിൽ എൻ്റർ ചെയ്യാൻ പറ്റുന്നുണ്ട്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് പറയുന്നത്, ഇറ്റ് ഗീവ്സ് ഡൊമസ്റ്റിക് കമ്പനീസ് ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ്. ഡൊമസ്റ്റിക് കമ്പനികൾക്ക് പുതിയ മാർക്കറ്റ് എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ ആക്സസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മൂന്നാമത്തത്, ബൈലാറ്ററൽ ട്രേഡ് വിൽ ഓപ്പൺ മോർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആസ് കമ്പനീസ് ഗെറ്റ് ആക്സസ് ടു ന്യൂ മാർക്കറ്റ്സ്. എന്താണ്? ഒരുപാട് ജോലി സാധ്യതകൾ ഉണ്ടാക്കുന്നുണ്ട്. എന്തുകൊണ്ടാണിത്? പുതിയ മാർക്കറ്റുകൾ വന്നിട്ടുണ്ട്. ആ പുതിയ മാർക്കറ്റ് വരുമ്പോൾ പുതിയ ജോലി സാധ്യതകളും ഉണ്ടാക്കുന്നതിന് ബൈലാറ്ററൽ ട്രേഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തത്, എനേബിൾ കൺസ്യൂമേഴ്സ് ടു ബൈ ഗുഡ്സ് അറ്റ് ലോവർ പ്രൈസസ്. ഗുഡ്സ് വളരെ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പോൾ ഈ 4 അഡ്വാൻറ്റേജസ് ആണ് പറയണത് കേട്ടോ. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് 3 പോയിൻറ്റ്സ് ആണ് പറയണത്. ലെസ് സക്സസ്ഫുൾ കമ്പനീസ് വിൽ ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽട്ട് ടു കോമ്പീറ്റ് ഇൻ അനദർ കൺട്രി. എന്താണ്? അധികം സക്സസ് അല്ലാത്ത കമ്പനികളാണെങ്കിൽ മറ്റൊരു രാജ്യത്ത് പോയിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയണത് ബുദ്ധിമുട്ടാണ്. രണ്ടാമത്തത്, വെൻ ട്രേഡ് ടാക്സസ് ആർ എലിമിനേറ്റഡ് ആസ് എ റിസൾട്ട് ഓഫ് ബൈലാറ്ററൽ ട്രേഡ് കമ്പനീസ് ലോസ് ദെയർ പ്രൈസ് അഡ്വാൻറ്റേജ്. എന്താണ്? ട്രേഡ് ടാക്സസ് ഒഴിവാക്കി കളയുമ്പോൾ അവർക്ക് എന്താണ്, ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സിൻ്റെ എമൗണ്ട് കൂട്ടിയിട്ട് പ്രൈസ് കൂട്ടി വിൽക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത്തരത്തിലൊരു അഡ്വാൻറ്റേജ് ഇല്ലാതാകും. മൂന്നാമത്തത്, എ ബൈലാറ്ററൽ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ 2 countries ക്യാൻ റിസൾട്ട് ഇൻ കോമ്പീറ്റിംഗ് അഗ്രിമെൻറ്റ്സ് ബിറ്റ്വീൻ അതർ കൺട്രീസ്. എന്താണ് പറഞ്ഞത്? ബൈലാറ്ററൽ അഗ്രിമെൻറ്റ് 2 രാജ്യങ്ങൾ തമ്മിലുണ്ടാവുള്ളൂ. അപ്പോൾ ആ 2 രാജ്യങ്ങളുടെ ഇടയിൽ മാത്രമായിരിക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, കോമ്പീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. വേറൊരു രാജ്യത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഇങ്ങനെ 3 ഡിസഡ്വാൻറ്റേജസും 4 അഡ്വാൻറ്റേജസുമാണ് എന്തിനു പറയുന്നത്, ബൈലാറ്ററൽ ട്രേഡിനെ പറയുന്നത്. രണ്ടാമത്തെ, മൾട്ടിലാറ്ററൽ ട്രേഡ് എന്താണെന്നാണ് പറയണത് കേട്ടോ. എന്താ മൾട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരു വ്യാപാരം നടത്തും. ഈസ് കണ്ടക്റ്റഡ് വിത്ത് മെനി ട്രേഡിംഗ് കൺട്രീസ്. The same country can trade with a number of other countries. Usually multilateral trade agreements may be entered into with the trading partners. എന്താണ്? ഒരു രാജ്യം തന്നെ ഒന്നിലധികം രാജ്യങ്ങളിൽ ഒരേ സമയത്ത് വിപണനം ചെയ്യും, മാർക്കറ്റിംഗ് നടത്തും. സാധാരണ മൾട്ടിലാറ്ററൽ ട്രേഡ് അഗ്രിമെൻറ്റ്സ് വരുമ്പോൾ എന്താണ്, ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും. ഓരോ രാജ്യങ്ങളിലും ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഉണ്ടായിരിക്കും, അവരാണിത് കണ്ടക്ട് ചെയ്യുന്നത്. അങ്ങനെ അഡ്വാൻറ്റേജസ് പറയാനുണ്ട്. ഒന്നാമത്തെ പറയുന്നത്, കൺട്രീസ് ക്യാൻ നെഗോസിയേറ്റ്
ട്രേഡ് ഡീൽസ് വിത്ത് മോർ ദാൻ വൺ കൺട്രി അറ്റ് എ. ഒന്നാമത്തെ പറഞ്ഞ എന്താണ്, ഒരേ സമയത്ത് ഒന്നിലധികം രാജ്യങ്ങൾ ഒരേ സമയത്ത് ട്രേഡിംഗ് നടത്താൻ പറ്റും. രണ്ടാമത്തത്, ദ മൾട്ടിലാറ്ററൽ ട്രേഡ് ഹെൽപ്സ് ഇൻ റീച്ചിങ് ബെസ്റ്റ് ട്രേഡിംഗ് ടേംസ് ഫോർ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. മൾട്ടിലാറ്ററൽ ട്രേഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്നും അവർക്ക് ബെസ്റ്റ് ട്രേഡിംഗ് ടേംസ് കിട്ടുന്നതിന്, അതിലേക്ക് എത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഉള്ള കാരണം ഒരേ സമയത്താണ് ഒരു എന്ത് ചെയ്യണത്, മാർക്കറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ രണ്ടാമത്തേൽ പറയണത് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് കൂടുതൽ ഹെൽപ്പ്ഫുള്ളാണ്. മൂന്നാമത്തെ അഡ്വാൻറ്റേജസ് പറയുന്നത്, ഇറ്റ് ഇൻക്രീസസ് ട്രേഡ് ഫോർ ഓൾ കൺട്രീസ് ആൻഡ് ദ കമ്പനീസ് ഗെറ്റ് ലോ താരിഫ്സ് ബെനിഫിറ്റ്സ് മേക്കിംഗ് എക്സ്പോർട്ട് ചീപ്പർ. എന്താണ്, എല്ലാ രാജ്യങ്ങൾക്കും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പോർട്ട് വളരെ കുറഞ്ഞ ചിലവിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, നടത്തുന്നതിന് പറ്റും. എന്താണ്, താരിഫ്സ് ഒക്കെ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് വളരെ കോസ്റ്റ് കുറവിന് നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ അഡ്വാൻറ്റേജ് പറയണത്, ഇറ്റ് സ്റ്റാൻഡേർഡൈസസ് കൊമേഴ്സ് റെഗുലേഷൻസ് ഫോർ ഓൾ ദി ട്രേഡ് പാർട്ട്നേഴ്സ്. എന്താണ്, എല്ലാ ട്രേഡ് പാർട്ട്നേഴ്സിനും എന്താണ്, ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് കൊമേഴ്സ് റെഗുലേഷൻ ഉണ്ടായിരിക്കും. രാജ്യങ്ങൾക്കനുസരിച്ച് വ്യത്യാസം വന്നില്ല. ട്രേഡിംഗ് പാർട്ട്നേഴ്സിന് എല്ലാവർക്കും ഒരേ രീതിയിലാണ് എല്ലാ രാജ്യത്തും പ്രവർത്തിക്കുന്നത്. ഇങ്ങനെ 4 അഡ്വാൻറ്റേജസ് ആണ് എന്തിനു പറയണത്, മൾട്ടിലാറ്ററൽ ട്രേഡിന് പറയണത്. ഇനി ഡിസഡ്വാൻറ്റേജസ് 3 പോയിന്റ്സ് ആണ് പറയണത്. ഒന്നാമത്തെ പറയണത്, ദ ബിഗ്ഗസ്റ്റ് ഡിസഡ്വാൻറ്റേജ് ഓഫ് മൾട്ടിലാറ്ററൽ ട്രേഡ് എഗ്രിമെന്റ്സ് ഈസ് ദാറ്റ് ദേ ആർ കോംപ്ലക്സ്. എന്താണ്, ബുദ്ധിമുട്ടാണ്. ഒരേ സമയത്ത് തന്നെയാണ് നടത്തുന്നെങ്കിലും പല രാജ്യങ്ങളിൽ പല സമയങ്ങളിലായിരിക്കും വ്യത്യാസം ഉണ്ടായിരിക്കും ഓരോന്നിനും. അപ്പം അതുകൊണ്ട് തന്നെ എന്താണ്, വളരെ ഒരു വെല്ലുവിളി ഇവർക്ക് നേരിടേണ്ടതായിട്ട് വരും. രണ്ടാമത്തത്, സം കമ്പനീസ് ആൻഡ് റീജിയൻസ് ഓഫ് ദ കൺട്രി സഫർ വെൻ ട്രേഡ് ബോർഡേഴ്സ് ഡിസപ്പിയർ. ചില കമ്പനികൾ, ചില റീജിയൻസ്, LDCs എന്നാണ് പറയുന്നത്, ലീസ്റ്റ് ഡെവലപ്പിംഗ് കമ്പനീസ്, അതുണ്ടെങ്കിൽ എന്താണ്, പല ബുദ്ധിമുട്ടുകൾക്കും അവർ സഹിക്കേണ്ടതായിട്ട് വരും. ട്രേഡ് ബോർഡേഴ്സ് എങ്ങനെയാണെന്ന് വിലയിരുത്താൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും ട്രേഡിംഗ് ഓരോ രാജ്യങ്ങളുടെ അതിർത്തികൾ വരുമ്പോൾ. ലാസ്റ്റത്തെ പറയുന്നത്, ഇറ്റ് ഗീവ്സ് എ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് ടു ജയന്റ് മൾട്ടിനാഷണൽസ്. വലിയ മൾട്ടിനാഷണൽ കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജസ് ആയിട്ടുള്ളത്, അല്ലാണ്ട് ചെറിയ കമ്പനികൾക്കില്ല. ഇത്രയുമാണ് ഡിസഡ്വാൻറ്റേജസ്. മൂന്നാമത്തത് ഇമ്പോർട്ട് ട്രേഡ് ആണ് പറയുന്നത്. ഇമ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫ്ലോയിങ് ഇൻ ടു ദ കൺട്രി. ഗുഡ്സ് ആൻഡ് സർവീസ് എന്ത് ചെയ്യണത്, നമ്മുടെ രാജ്യത്തേക്ക് വരുന്നത്. കൺട്രി പർച്ചേസ് പ്രൊഡക്റ്റ് ഫ്രം ദ അനദർ കൺട്രി ഈസ് കോൾഡ് ഇമ്പോർട്ടിംഗ് കൺട്രി ആൻഡ് ദ സെല്ലിംഗ് കൺട്രി ഈസ് കോൾഡ് എക്സ്പോർട്ടിംഗ് കൺട്രി. എന്താണ്, ഏത് രാജ്യത്തു നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്, പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത് മറ്റു രാജ്യത്ത് നിന്ന്, അപ്പോൾ അതിനെ എന്തെന്ന് പറയാം, ഇമ്പോർട്ടിംഗ് കൺട്രി എന്ന് പറയാം. സെയിൽ നടത്തുന്ന രാജ്യത്ത് എന്ത് പറയാം, എക്സ്പോർട്ടിംഗ് കൺട്രി എന്ന് പറയും. Countries are most likely to import goods or services that their domestic industries cannot produce as efficiently or cheaply as the exporting country. ഏത് സമയത്താണ് ഒരു ഇമ്പോർട്ട് ചെയ്യണമെന്നാണ് പറയണത്. അതായത് അവർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് അത് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ എന്താണ്, എക്സ്പോർട്ടിംഗ് കമ്പനിയിൽ നല്ല ഗുഡ്സുകളും ചീപ്പ് റേറ്റിന് കിട്ടുന്നതും ആയിരിക്കും. അപ്പം അങ്ങനെയാകുമ്പോൾ അവരെന്ത് ചെയ്യണത്, ആ ഗുഡ്സുകൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. Countries may also import raw materials or commodities that are not available within their borders. പിന്നെ എന്താണ്, റോ മെറ്റീരിയൽസ് ഇമ്പോർട്ട് ചെയ്യാറുണ്ട്. അത് അവരുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് അവർക്ക് അതിന് കമ്മോഡിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ, പ്രൊഡക്ഷൻ കമ്മോഡിറ്റീസ് കിട്ടുന്നില്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിലാണ് അവരെന്ത് ചെയ്യണത്, ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇനി മേജർ അഡ്വാൻറ്റേജസ് ആണ്, 4 പോയിന്റ്സ് ആണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയണത്. Can maintain cost competitiveness in the domestic market. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ എന്താ ചെയ്യാൻ പറ്റും, കോമ്പറ്റീറ്റീവ് കോസ്റ്റും നിലനിർത്തിക്കൊണ്ട് പോകുന്നതിന് സാധിക്കും. രണ്ടാമത്തത്, എക്സ്റ്റെൻഡ് സെയിൽസ് പൊട്ടൻഷ്യൽ ഓഫ് എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സ്. എക്സിസ്റ്റിംഗ് പ്രൊഡക്ട്സിന് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് സെയിൽസ് ഉണ്ടെന്നുള്ളത് ഉറപ്പുവരുത്താൻ പറ്റും, അല്ലാതെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കൂട്ടുന്നതിന് സാധിക്കും. എക്സ്പ്ലോയിറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ടെക്നോളജി. ഇന്റർനാഷണൽ ട്രേഡ് ടെക്നോളജി നമുക്ക് കൂടുതൽ ഉപയോഗിക്കുന്നതിന് സാധിക്കും. ലാസ്റ്റത്തെ എന്താ പറയണത്, റെഡ്യൂസ് ഡിപ്പെൻഡൻസ് ഓൺ എക്സിസ്റ്റിംഗ് മാർക്കറ്റ്. അമിതമായിട്ട് ഒരു മാർക്കറ്റിനെ തന്നെ ആശ്രയിക്കുന്നത് ഒഴിവാക്കുന്നതിന് സാധിക്കും. അടുത്ത ഡിസഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. 2 ഡിസഡ്വാൻറ്റേജസ് ആണ് പറയണത്. ഫോറിൻ ഗുഡ്സ് ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ ഡൊമസ്റ്റിക് ഗുഡ്സ് മാർക്കറ്റ്, സോ ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് മേ ബി എലിമിനേറ്റഡ്. എന്താണ്, ഫോറിൻ ഗുഡ്സ് വരുമ്പോൾ ഡൊമസ്റ്റിക് ഗുഡ്സിലെ മാർക്കറ്റിലെ ഗുഡ്സിന് എന്താണ് ഡിമാൻഡ് കുറയും. അതുവഴി ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ഇല്ലാതാകുന്നതിന് കാരണമാകാറുണ്ട്. രണ്ടാമത്, ട്രേഡ് ഡെഫിസിറ്റ് വിൽ കോസ് ദ കറൻസി ഡിവാലുവേഷൻ, ഇൻഫ്ലേഷൻ, ഇറ്റ് വിൽ അഫക്ട് BOP പൊസിഷൻ ഓൾസോ. എന്താണ്, ട്രേഡ് ഡെഫിസിറ്റ് ഉണ്ടാകുമ്പോൾ കറൻസി എന്ത് ചെയ്യും, ഡിവാലുവേറ്റ് ചെയ്യും, ഇൻഫ്ലേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. ഇത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പൊസിഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ 2 ഡിസഡ്വാൻറ്റേജസ് ആണ് എന്തിനു പറയണത്,
ഇമ്പോർട്ട് ട്രേഡിനെ പറയുന്നത്. ഇനി നാലാമത്തെ പറഞ്ഞാൽ എക്സ്പോർട്ട് ട്രേഡ് ആണ് കേട്ടോ പറയണത്. എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ എന്ത് ചെയ്യണത്, ഗുഡ്സ് വിൽക്കണത് കേട്ടോ. ഓവർസീസ് ബയർ ഈസ് റെഫേർഡ് ടു ആസ് ആൻ ഇമ്പോർട്ടർ. ഇമ്പോർട്ടർക്ക് എന്ത് കൊടുക്കണത്, നമ്മളുടെ ഗുഡ്സ് വിൽപ്പന നടത്തുന്നത്. ദ സെല്ലർ ഓഫ് സച്ച് ഗുഡ്സ് ആൻഡ് സർവീസസ് റെഫേർഡ് ആസ് ആൻ എക്സ്പോർട്ടർ ഹു ഈസ് ബേസ്ഡ് ഇൻ ദ കൺട്രി ഓഫ് എക്സ്പോർട്ടർ. അപ്പോൾ സെല്ലറ ആണ് എന്തെന്ന് പറയുന്നത്, എക്സ്പോർട്ടർ എന്ന് പറയുന്നത്. ആ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്തായിരിക്കും, എക്സ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. The term export is derived from the conceptual meaning as to ship the goods and services out of the port of a country. എക്സ്പോർട്ട് എന്നുള്ള വേർഡ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്, ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുന്നത്, ഏത് കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. നമ്മൾ ഗുഡ്സ് സർവീസ് എന്ത് ചെയ്യണത്, ഒരു രാജ്യത്തിൻ്റെ തുറമുഖത്തു നിന്ന് മറ്റു രാജ്യത്തിന് തുറമുഖത്തേക്ക് എത്തിക്കുക. ആ തരത്തിലുള്ള മീനിങ്ങിൽ നിന്നാണ് എക്സ്പോർട്ട് എന്ന ടേം ഡിറൈവ് ചെയ്തിരിക്കുന്നത്. In international trade, exports refers to selling goods and services produced in the home country to other markets. ഇനി ഇൻ്റർനാഷണൽ ട്രേഡിൽ എക്സ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, ഹോം കൺട്രിയിൽ നിന്ന് മറ്റുള്ള മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യണം, വിൽപ്പനയ്ക്ക് വേണ്ടി ഗുഡ് സർവീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനെയാണ് എക്സ്പോർട്ട് എന്ന് പറയുന്നത്. എക്സ്പോർട്ടിംഗ് ഈസ് യൂസ്ഡ് ദ ഫസ്റ്റ് മോഡ് ഓഫ് ഫോറിൻ എൻട്രി യൂസ്ഡ് ബൈ കമ്പനീസ്. എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോറിൻ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു കാൽവയ്പ്പാണ്, ആദ്യത്തെ ഒരു കാൽവയ്പ്പായിട്ടാണ് എല്ലാ രാജ്യങ്ങളും കാണുന്നത്. എക്സ്പോർട്ടിംഗ് ഈസ് ദ മോസ്റ്റ് പോപ്പുലർ വേ ഫോർ കമ്പനീസ് ടു ബിക്കം ഇൻ്റർനാഷണൽ. എക്സ്പോർട്ടിംഗ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, പല കമ്പനികൾക്കും വളരെ വേഗത്തിൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് ഉയരുന്നതിന് സാധിക്കാറുണ്ട്. മാനുഫാക്ചർ ഗുഡ്സ് അക്കൗണ്ടഡ് ഫോർ ഓൾമോസ്റ്റ് 60% ഓഫ് ദ എക്സ്പോർട്ട്സ് ഓഫ് ഡെവലപ്പിംഗ് കൺട്രീസ്. മാനുഫാക്ചർ ഗുഡ്സുകൾ ഒട്ടുമിക്കത് 60% വരുന്നത് എന്താണ്, ഡെവലപ്പിംഗ് കൺട്രീസ് ആണ് എന്ത് ചെയ്യണത്, എക്സ്പോർട്ട് ചെയ്യുന്നത് കേട്ടോ. സെല്ലിംഗ് ടു ഫോറിൻ മാർക്കറ്റ് ഇൻവോൾവ്സ് ന്യൂമറസ് ഹൈ റിസ്ക്. അതുപോലെ ഫോറിൻ മാർക്കറ്റിൽ വിൽപ്പന നടത്താവുന്ന എന്താണ്, റിസ്ക് കൂടുതലാണ്. അറൈസിങ് ഫ്രം എ ലാക്ക് ഓഫ് നോളജ് അബൌട്ട് ദ അൺഫെമിലിയാരിറ്റി വിത്ത് ഫോറിൻ എൻവയോൺമെൻറ്റ്സ്. പിന്നെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത്ര അറിവുണ്ടാവില്ല ഫോറിൻ മാർക്കറ്റിൻ്റെ സ്വഭാവത്തിനെ കുറിച്ച്. അപ്പോൾ അതും ഒരു എന്താണ്, ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇൻഡസ്ട്രിയൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ ട്രേഡിലും അല്ലാതും എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്യുക, മറ്റു രാജ്യത്തേക്ക് വിൽപ്പന നടത്തുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. രണ്ട് രീതിയിൽ എക്സ്പോർട്ടാണുള്ളത്. ഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഉണ്ട്, ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിങ്ങും ഉണ്ട്. ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാനുഫാക്ചർ അല്ലെങ്കിൽ എക്സ്പോർട്ടർ എന്താണ്, ഡയറക്റ്റ് ഇമ്പോർട്ടർക്കോ ബയ്യർക്കോ എന്ത് ചെയ്തു ഫോറിൻ മാർക്കറ്റിൽ അവർക്ക് എത്തിച്ചു കൊടുക്കണം. അതാണ് ഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ, ഇൻഡിപെൻഡൻറ്റ് മിഡിൽമെൻ, ബ്രോക്കേഴ്സോ ഏജൻസോ ഉണ്ടായിരിക്കും. അവരായിരിക്കും മാർക്കറ്റിലേക്ക് എന്തെത്തിക്കണേ, ഫേമിൻ്റെ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നത്. എവിടേക്ക്, അബ്രോഡിലേക്ക് അല്ലെങ്കിൽ ഫോറിൻ കൺട്രിയിലേക്ക്. അപ്പോൾ ഇടനിലക്കാർ വരുമ്പോഴാണ് അതിന് ഇൻഡയറക്റ്റ് എക്സ്പോർട്ടിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഇങ്ങനെ രണ്ട് ടൈപ്സ് ആണ് എക്സ്പോർട്ട് പറയുന്നത്, ഡയറക്റ്റും ഉണ്ട്, ഇൻഡയറക്റ്റും ഉണ്ട്. ഇനി അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആണ് പറയണത്. ആദ്യത്തെ 5 അഡ്വാൻറ്റേജസ് ആണ് പറയണത്. സെയിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ന്യൂ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്പോർട്ടിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തെ അവരുടെ സെയിൽസ് കൂട്ടുന്നതിനും പുതിയ ടെക്നോളജികൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതിനും സഹായകമാണ്. നാലാമത്തെ എന്താണ്, പ്രൊഡക്ഷൻ കപ്പാസിറ്റി എക്സസ് ആയിട്ടുണ്ടെങ്കിൽ അത് വിറ്റഴിക്കുന്ന ഒരു മാർഗമായിട്ട് എക്സ്പോർട്ട് ഉപയോഗിക്കാം. അഞ്ചാമത്തെ എന്താണ്, റെഡ്യൂസ് റിസ്ക് ആൻഡ് ബാലൻസിങ് ഗ്രോത്ത്. റിസ്ക് കുറയ്ക്കാം, ഗ്രോത്ത് എന്താ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. അതായത് ബൾക്കായിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾക്കിവിടെ വിറ്റഴിക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ മാർക്കറ്റിൽ കൊണ്ടുപോയത് വിറ്റഴിക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിൽ റിസ്ക് കുറയ്ക്കുന്നതിനും ഗ്രോത്ത് ബാലൻസ് ചെയ്ത് പോകുന്നതിനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഡിസഡ്വാൻറ്റേജസ് 4 പോയിന്റ്സ് ആണ് പറയുന്നത്. താരിഫ്സ് ആൻഡ് നോൺ താരിഫ് ബാരിയേഴ്സ് മേ പ്രിവെൻറ്റ് ദ എക്സ്പോർട്ട് ട്രേഡ്. എന്താണ്, എക്സ്പോർട്ട് ട്രേഡിന് ചിലപ്പോൾ താരിഫ് നോൺ താരിഫ് ബാരിയേഴ്സ് ഒക്കെ ഉണ്ടാവും. അത് ചിലപ്പോൾ അതിന് എന്ത് ചെയ്യും, ഹിൻഡ്രൻസ് ഉണ്ടാക്കാറുണ്ട്, തടസ്സം. 2, ആറ്റിറ്റ്യൂഡ് ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ഇമ്പോർട്ടിംഗ് കൺട്രി അഫക്ട്സ് ദ സക്സസ് ഓഫ് എക്സ്പോർട്ട് ബിസിനസ്. കസ്റ്റമേഴ്സ്, ഇമ്പോർട്ടിംഗ് കൺട്രിയിലുള്ള കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ്, നമ്മളുടെ പ്രൊഡക്റ്റിനുള്ള ആറ്റിറ്റ്യൂഡും എന്തിനെ അഫക്റ്റ് ചെയ്യും, എക്സ്പോർട്ട് ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. 3, ലോ വാല്യൂ ആർഡ് എക്സ്പോർട്ട്സ് മേ ഓൺലി ഫെച്ച് സ്മോൾ പ്രോഫിറ്റ്. ചെറിയ എമൗണ്ട്, ചെറിയ തരത്തിലുള്ള എക്സ്പോർട്ട് ആണെങ്കിൽ അത് നമ്മൾക്ക് എന്താ ചെറിയ ലാഭമേ നൽകുള്ളൂ. അപ്പോൾ ബൾക്കായിട്ടായിട്ട് എന്താണ് എക്സ്പോർട്ട് നടത്തേണ്ടത്. ലാസ്റ്റത്തെ പറയുന്നത് എന്താണ്, ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ലേബർ ഫ്ലോസ് ഇൻ ദ എക്സ്പോർട്ട് സെക്ടർ. ദ ഡൊമസ്റ്റിക് പ്രൊഡക്ഷൻ ഓഫ് അതർ ഇൻഡസ്ട്രീസ് മേ സഫർ ഡ്യൂ ടു ലാക്ക് ഓഫ് ഫണ്ട്സ് ഓർ ലേബർ.
എന്താണ് എക്സ്പോർട്ട് സെക്ടറിലായിരിക്കും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നത്, ലേബറും ഉണ്ടായിരിക്കണം, തൊഴിലാളികളും ഉണ്ടായിരിക്കണം. എന്താണ് എപ്പോഴും പ്രൊഡക്ഷൻ നടത്തണം, അത് തടസ്സം വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെയാവുമ്പോൾ ഒരുപാട് ഡൊമസ്റ്റിക് പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഇൻഡസ്ട്രീസിൽ എന്താണ് ആവശ്യത്തിന് ഫണ്ട് കിട്ടാതെ വരും, ലേബേഴ്സിനെ കിട്ടാത്ത ബുദ്ധിമുട്ട് എന്തുകൊണ്ട് ഉണ്ടാവുന്നുണ്ട്, എക്സ്പോർട്ട് ട്രേഡ് ഉള്ളത് കൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസുമായിട്ട് പറയുന്നത്. ലാസ്റ്റത്തെ എന്താണ് പറയണത്, എൻട്രേ പോർട്ട് ട്രേഡ് എന്നാണ് കേട്ടോ. എൻട്രേ പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടിങ് ഗുഡ്സ് ഫ്രം വൺ കൺട്രി ആൻഡ് എക്സ്പോർട്ടിങ് ഇറ്റ് ടു അനദർ കൺട്രി ആഫ്റ്റർ ആഡിങ് സം വാല്യൂ ടു ഇറ്റ്. ദിസ് ഈസ് നോൺ ആസ് റീ എക്സ്പോർട്ട്. എന്താ എൻട്രേ പോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു രാജ്യത്ത് നിന്ന് ഗുഡ്സ് എന്ത് ഇമ്പോർട്ട് ചെയ്യും, എന്നിട്ടൊരു മറ്റൊരു രാജ്യത്തേക്ക് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചെയ്യും. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതും അതിന് വില കൂട്ടിയിടുകയും ചെയ്യും. ഇതിനെയാണ് എൻട്രേ പോർട്ട് എന്നും പറയും, ഇതിനെ റീ എക്സ്പോർട്ട് എന്ന് പറയുകയും ചെയ്യും കേട്ടോ. എൻട്രേ പോർട്ട് ഈസ് മെയിൻലി യൂസ്ഡ് ടു റെഫർ ടു ഡ്യൂട്ടി ഫ്രീ പോർട്ട്സ് വിത്ത് ദ ഹൈ വോളിയം ഓഫ് റീ എക്സ്പോർട്ട് ട്രേഡ്. അത് എൻട്രേ പോർട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഡ്യൂട്ടി ഫ്രീ പോർട്ടുകൾ, തുറമുഖങ്ങൾ ഉണ്ടായിരിക്കുക, എന്താ ഡ്യൂട്ടി ഫ്രീ ആയിട്ട് യാതൊരു തടസ്സവും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ചെയ്യാൻ പറ്റും. അവിടെ അവർക്ക് നമുക്ക് വേറെ കൂലിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം അങ്ങനെ ആകുമ്പോഴാണ് ഇത്തരത്തിൽ റീ എക്സ്പോർട്ട് ട്രേഡുകൾ നടത്തുന്നത്. അറ്റ് എൻട്രേ പോർട്ട് ഗുഡ്സ് ഡു നോട്ട് ഫേസ് എനി ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഡ്യൂട്ടീസ് അപ്പോൺ ഷിപ്മെൻറ്റ് ഫ്രം ദ പോർട്ട്. In simple terms, it can be said that if goods are imported from one country with the purpose of re-exporting to another, it is called entry port trade. ഇപ്പോൾ എൻട്രേ പോർട്ട് പറയുന്നത് തന്നെ ഗുഡ്സിനെ ഇമ്പോർട്ട് ചെയ്യുന്നതിന് എക്സ്പോർട്ട് ചെയ്യുന്നതിന് എന്തില്ല, ഡ്യൂട്ടീസ് കൊടുക്കണ്ട ആ പോർട്ടിൽ. അപ്പോൾ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് സുഗമമായിട്ട് എന്ത് ചെയ്യാം, അത് ഇമ്പോർട്ട് ചെയ്തിട്ട് ഏത് രാജ്യത്തേക്കാണ് കയറ്റുമതി ചെയ്യേണ്ടത് അവിടേക്ക് നമ്മൾക്ക് വാല്യൂ ആഡ് ചെയ്തിട്ട് അത് വീണ്ടും എക്സ്പോർട്ട് ചെയ്യുന്നതിന് സാധിക്കും. അപ്പോൾ അതിനെയാണ് ഇതൊന്ന് എൻട്രേ പോർട്ട് ട്രേഡ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറയണത് ഈ ടൈപ്പ് എൻട്രേ പോർട്ടിന് കേട്ടോ. 3 ഫീച്ചേഴ്സാണ് പറയണത്. നോ ഇമ്പോർട്ട് ഡ്യൂട്ടീസ് ഇമ്പോസ്ഡ് സച്ച് ഗുഡ്സ്, ഇമ്പോർട്ട് ഡ്യൂട്ടി ഇല്ല. രണ്ടാമത്തെ എന്താണ് പറയണത്, ദീസ് ഗുഡ്സ് ആർ പ്രോസസ്ഡ് ആൻഡ് റീപാക്ക്ഡ് ഫോർ റീ എക്സ്പോർട്ട്. വീണ്ടും എക്സ്പോർട്ട് ചെയ്യുന്ന നമുക്ക് എന്തെങ്കിലും പ്രോസസ്സ് ചെയ്യാനോ റീപാക്ക് ചെയ്യുന്നതിനോ സാധിക്കും. ഗുഡ്സ് ആർ കെപ്റ്റ് ഇൻ ദ ബോണ്ടഡ് വെയർ ഹൗസസ് ടിൽ ദേ ആർ റീ എക്സ്പോർട്ടഡ്. എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾക്ക് റീ എക്സ്പോർട്ട് ചെയ്യുന്നത് വരെ അവർക്ക് നമുക്ക് എന്ത് ചെയ്യാം, വെയർ ഹൗസസിൽ ഗോഡൗണിൽ ഇതെന്ത് ചെയ്യാൻ പറ്റും, സുരക്ഷിതമായിട്ട് സൂക്ഷിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സും എന്തിനാണ് എൻട്രേ പോർട്ടിനുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ 5 ടൈപ്പ് ഇൻ്റർനാഷണൽ ട്രേഡാണുള്ളത്. ഒന്നാമത്തത് എന്താണ്, ബൈലാറ്ററൽ, 2 രാജ്യങ്ങൾ തമ്മിൽ. 2 മൾട്ടിലാറ്ററൽ, ഒന്നിലധികം രാജ്യങ്ങളിൽ, ഒരു രാജ്യം ഒന്നിലധികം രാജ്യങ്ങളിൽ എന്ത് ചെയ്യണം, സെയിൽ നടത്തുന്നത്. ഇമ്പോർട്ട് ട്രേഡ്, ഇമ്പോർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് പ്രവർത്തനത്. എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറഞ്ഞാൽ എക്സ്പോർട്ടിങ് മാത്രം പ്രിഫറൻസ് കൊടുക്കുന്നത്. ലാസ്റ്റത്തെ എന്താണ് എൻട്രേ പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു രാജ്യത്ത് നിന്ന് നമ്മൾ ഗുഡ്സ് ഇറക്കുമതി ചെയ്തിട്ട് മറ്റു രാജ്യത്തേക്ക് എന്ത് ചെയ്യും, അത് കയറ്റുമതി ചെയ്യും. പ്രത്യേകം തന്നെ നമുക്ക് വാല്യൂ അതിൽ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും.